ഷഫീദ്, ഈ മേഖലയുടെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? നിറയെ വളവുകളുള്ള റോഡാണെന്ന് ഷഫീദ് മുൻപ് പറയുന്നുണ്ടായിരുന്നല്ലോ. അപകട സാധ്യത കൂടുതലുള്ള മേഖലയായിരുന്നു ഇത്? തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് പോകുന്ന ആ ഭാഗത്ത് അതിൽ ഏറ്റവും കർവുള്ളൊരു ഭാഗമാണ് ഈ വെമ്പായം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നെടുമങ്ങാടേക്കുള്ള ഭാഗത്തേക്കും കർവുകൾ, വളവുകൾ, അതേപോലെ തന്നെ അവിടെ ഈ പറയുന്ന നല്ല റബ്ബറൈസ്ഡ് ടാറിംഗ് ഉള്ള റോഡാണ്. അവിടെ അമിത വേഗത അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ മുൻപ് തന്നെ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ അടക്കം വരുന്ന ആളുകൾ സ്ഥിരമായ അപകടത്തിൽപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള സൈൻ ബോർഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഈ ടൗൺ ഭാഗം, ഈ വെഞ്ഞാറമൂട്ടിൽ നിന്ന്, കോട്ടയം റൂട്ടിൽ നിന്ന് വരുന്ന ആളുകൾ തിരുവനന്തപുരത്തേക്ക് എത്താൻ ടൗൺ ഭാഗം ആശ്രയിക്കാതെ, സിറ്റിയിലേക്ക് കടക്കാതെ റൂറൽ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് കാട്ടാക്കട, അതേപോലെ തന്നെ നെടുമങ്ങാട്, അമ്പൂരി അടക്കമുള്ള സ്ഥലത്തേക്ക് പോകാൻ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മലയോര മേഖല റോഡ് കൂടിയാണിത്. റബ്ബറൈസ്ഡ് ടാറിംഗ് ആണ്. അവിടെ വലിയ തിരക്കുകൾ സാധാരണഗതിയിൽ രാത്രി സമയങ്ങളിൽ ഉണ്ടാകാറില്ല. ആ റോഡിൽ കൂടി പോകുമ്പോൾ അമിത വേഗത പ്രതീക്ഷിക്കാം. ഈ ബസ്സും സമാനമായ രീതിയിൽ കാര്യമായ വേഗതയുണ്ടായിരുന്നു. അമിത വേഗതയാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും സാമാന്യമായി ഭേദപ്പെട്ട വേഗത അതിനകത്ത് ഉണ്ടായിരുന്നു. ആ വേഗതയിലെത്തി ഈ ബസ് മറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഷഫീദ് തുടരുക. ഇപ്പോൾ നെടുമങ്ങാട് ഡിവൈഎസ്പി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സർ, ഈ അപകടമുണ്ടായി അധികം നേരമായിട്ടില്ല എന്ന് അറിയുന്നുണ്ട്. എന്താണ് ഈ അപകടത്തെക്കുറിച്ച് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? 10-20 ആക്സിഡന്റ് സംഭവിച്ചത് നമ്മുടെ പഴഞ്ഞിപ്പാറ, അരിങ്കോട് പോലീസ് സ്റ്റേഷന് പറ്റില്ല, പഴഞ്ഞിപ്പാറയിൽ നിന്ന് കുടുംബക്കാരെല്ലാവരും കൂടെ ഒരു ടൂർ മൂന്നാറിന് പോവുകയായിരുന്നു. ഇവിടെ ഈ ഇരിഞ്ചയം ഭാഗത്ത് നല്ലൊരു കർവാണ്. ആ കർവിൽ വെച്ച് ബ്രേക്ക് ചവിട്ടി ഏതോ സാഹചര്യത്തിൽ മറിഞ്ഞതാണ് ബസ് പൂർണ്ണമായും മറിഞ്ഞു കിടപ്പുണ്ട്. ഈ മുഴുവൻ ആൾക്കാരെയും നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ ആൾക്കാരെയും വണ്ടിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെ, പുറത്തെത്തിച്ച് ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. മുഴുവൻ നെടുമങ്ങാടിന്റെ മുഴുവൻ ആംബുലൻസുകളും അതുപോലെ തന്നെ പോലീസ് വാഹനങ്ങളും, ഈ സബ് ഡിവിഷനിലെ മുഴുവൻ പോലീസ് വാഹനങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഹോസ്പിറ്റലുകളിൽ പരിക്കേറ്റവരെ എത്തിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരമായ പരിക്കുകളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. കൂടുതൽ വിവരങ്ങൾ നമ്മൾ 1-2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നെടുമങ്ങാട് താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റലാണ് ഇപ്പോൾ കൂടുതൽ പേരും ഉള്ളത്. അവിടെ നെടുമങ്ങാട് പോലീസ് ടീം ഇപ്പോൾ ക്യാമ്പ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഡോക്ടറോടും ആശുപത്രി പ്രവർത്തകരോടൊപ്പം സഹായം ചെയ്തു വരുന്നുണ്ട്. സർ, അപ്പം ഈ ബസ്സിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ 24 ലഭ്യമായിട്ടുണ്ട്. ബസ് ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അപകടമുണ്ടായത് എങ്ങനെയാണെന്ന് വ്യക്തമാകുന്നുണ്ടോ? അപകടം ഈ നല്ല കർവാണ്. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയിലുണ്ടായ അപകടമാകാനാണ് സാധ്യത കാണുന്നത്. അത് കൂടുതൽ അന്വേഷണം നടത്തിയാൽ അതിന്റെ കാരണം നമുക്ക് തെളിവാകും. ഇപ്പോൾ എത്ര ആശുപത്രികളിലേക്ക് ഇതിനുള്ള യാത്രക്കാരെ മാറ്റിയിട്ടുണ്ട്? മുഴുവൻ ആൾക്കാരെയും ആംബുലൻസിലും പോലീസ് ജീപ്പുകളിലും ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ഇതിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കണക്ക് ലഭ്യമാകുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് 60-ൽ കൂടുതൽ പേരുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ഓക്കെ, വളരെയധികം നന്ദി. നെടുമങ്ങാട് ഡിവൈഎസ്പി അരുൺ KS ആണ് ഇപ്പോൾ 24നോട് വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാലും ആ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും പുറത്തെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. മുഴുവൻ ആളുകളെയും, അതായത് പരിക്കേറ്റ മുഴുവൻ ആളുകളെയും വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നെടുമങ്ങാട് ഡിവൈഎസ്പി നമ്മളോട് പങ്കുവച്ച വിവരം. ഒപ്പം തന്നെ ഈ വളവിലുണ്ടായ അപകടമാണ്. ഒരുപക്ഷെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാകാം ബസ് ഇങ്ങനെ മറിയാൻ കാരണമായത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും അതിൽ കൂടുതൽ അന്വേഷണമൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു. ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ നമ്മളോട് ഡിവൈഎസ്പി സംസാരിച്ചതനുസരിച്ചാണെങ്കിൽ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ ഇതിൽ ഏറെ പ്രശംസനീയം തന്നെയാണെന്ന് തോന്നുന്നു. ഉടൻ തന്നെ പോലീസ് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ആംബുലൻസുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അത് ഈ അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സഹായകമായിട്ടുണ്ടല്ലേ?
അതായത് ഈ അപകടം ഉണ്ടായിടൻ തന്നെ നാട്ടുകാരുടെയും ഒപ്പം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എല്ലാം അടിയന്തര ഇടപെടൽ വലിയ തോതിൽ ഗുണം ചെയ്തു എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ പേരെയും ബസ്സിൽ നിന്ന് പുറത്തെടുത്തു. ഇവർക്ക് ആവശ്യമായ വൈദ്യ സഹായം നൽകാൻ നിലവിൽ സാധിച്ചിട്ടുണ്ട്. ആളുകളെ കന്യാകുളങ്ങര താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കെല്ലാം തന്നെ നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഈ ഗുരുതര പരിക്ക് പറ്റിയ ആളുകളെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ നിലവിൽ റഫർ ചെയ്തിരിക്കുന്നത്. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തലയ്ക്ക് സാരമായി പരിക്കേറ്റ പ്രിയ 40 വയസ്സുള്ള ഒരു യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. ഈ ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ പ്രത്യക്ഷമായി നോക്കുന്ന ഘട്ടത്തിൽ ആളുകളുടെ പരിക്ക് നിസ്സാരമാണ്. പക്ഷേ ഇതൊരു അപകടമാണ്. ഈ വലിയ വീഴ്ചയിൽ ഗുരുതരമായ പരിക്കിനുൾപ്പെടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന വേണ്ട ആളുകളെ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ റഫർ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ അപകടം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കെതിരെ തിരുവനന്തപുരം ഭാഗത്തേക്ക് വലിയ തോതിൽ ആംബുലൻസുകൾ ചീറിപ്പായുന്ന ദൃശ്യം നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. ഇതിനോടകം തന്നെ 4ഓളം ആംബുലൻസുകൾ അങ്ങോട്ട് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ വ്യാപ്തി, ഇവരുടെ പരിക്ക് എത്രമാത്രമുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിലാണ് എന്തായാലും അറിയാൻ സാധിക്കുക. പക്ഷേ ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി എന്നത് വലിയ ആശ്വാസം പകരുന്ന വാർത്തയാണ്. ഇവരിൽ ഭൂരിപക്ഷം ആളുകളുടെയും പരിക്ക് നിസ്സാരമെന്നാണ് നിലവിൽ കാട്ടാക്കട ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെ പറയുന്ന കാര്യം. അതും മറ്റൊരു ആശ്വാസ കാര്യം തന്നെയാണ്. പക്ഷേ ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ നാട്ടുകാരുടെ ഒരു ഇടപെടൽ, അത് അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യഘട്ടത്തിലെ നാട്ടുകാരുടെ ഇടപെടൽ തന്നെയാണ് ഈ ഇതിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ ഉൾപ്പെടെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ആളുകൾക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കുകയും ചെയ്തത്. പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിൽ വളവുകളും തിരിവുകളും ഒക്കെയുള്ള ഒരു റോഡാണ്. രാത്രി സമയമാണ്, പാത ഒഴിഞ്ഞു കിടക്കുന്ന സമയമാണ്. ഈ അപകടം MC റോഡിൽ നിന്ന് അല്പം മാറിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വഴി മറ്റും പരിചയമില്ലാതെ ഒരുപക്ഷെ റോഡ് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ അമിത വേഗതയിൽ സഞ്ചരിച്ചതാകാം ഒരുപക്ഷെ അപകട കാരണം എന്നാണ് നമ്മൾ പലപ്പോഴും പോലീസുമായി ഒക്കെ ബന്ധപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇത് ഉറപ്പിക്കാനായിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം തന്നെ ഇനി ആളുകളെ നില അറിഞ്ഞതിന് ശേഷം ആളുകളെ ആദ്യം സേഫ് ആക്കുക എന്ന് തന്നെയാണ് പ്രധാന കാര്യം. അതിനുശേഷമായിരിക്കും പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ള ഈ അപകട കാരണത്തിലേക്ക് എന്തായാലും കടക്കാനുള്ള സാധ്യത. ഈ മണിക്കൂറിൽ വരുന്ന വലിയ ആശ്വാസകരമായ വാർത്ത, ഇതിൽ ആളുകളെ, ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി എന്ന് തന്നെയാണ്. പക്ഷേ ഇതിൽ ആളുകളുടെ പരിക്ക്, അവരുടെ പരിക്കിന്റെ വ്യാപ്തി ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഇവരെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ നിലവിൽ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും കുളങ്ങര ആശുപത്രിയിൽ നിന്നെല്ലാം തന്നെ റഫർ ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇതിൽ പോലീസ് പറയുന്നതനുസരിച്ച് വാഹനത്തിൽ 60ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. ആദ്യഘട്ടത്തിൽ 49 പേർ എന്നായിരുന്നു നമുക്ക് ലഭ്യമായ ഒരു കണക്ക്. ഇത് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് തന്ന ഒരു വിവരമായിരുന്നു. പക്ഷേ പോലീസ് അനൌദ്യോഗികമായി നിലവിൽ പറയുന്ന ഒരു കണക്ക് 66 പേർ ഈ ബസ്സിലുണ്ടായിരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. സ്വതവേ ശരാശരി ഒരു ടൂറിസ്റ്റ് ബസ്സിൽ 50ഓളം ആളുകളെയാണ് ഡ്രൈവർ ഉൾപ്പെടെ കൊണ്ടുപോകാനാവുക. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഈ വണ്ടിയിൽ, ഈ ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ അപകടത്തിൽ ഒരാളുടെ നില ഗുരുതരമെന്ന ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തുതരം പ്രശ്നമാണ് എന്നുള്ള കാര്യം നിലവിൽ വ്യക്തമല്ല. പക്ഷേ അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഒരാളുടെ നില ഗുരുതരമായി ഇരിക്കുന്നു. മറ്റ് ആളുകൾക്കെല്ലാം തന്നെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിന്റെ വ്യാപ്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഈ നാടിനെ തന്നെ നടുക്കിയ ഒരു അപകടമാണ് ഈ രാത്രി ഉണ്ടായിരുന്നത്. പൊതുവെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള റോഡാണ്. പകൽ സമയത്ത് വലിയ ഗതാഗത കുരുക്കുണ്ടാവും. പക്ഷേ രാത്രി കാലങ്ങളിൽ ഈ റോഡ് ഒഴിഞ്ഞു കിടക്കും. ജയശങ്കർ തുടരും.